ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടേക്ക് വന്നത് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിക്കാൻ വേണ്ടി തന്നെയാ. പിന്നെന്താ, പിള്ളച്ചേട്ടൻ ഇരിക്കേ. പിള്ളച്ചേട്ടനൊന്ന് കാണണമെന്ന് കരുതി തന്നെ ഇരിക്കുകയായിരുന്നു ഞാനും. ഞാൻ ചായ എടുക്കാം. ശരി. എനിക്ക് അങ്ങോട്ട് വന്ന് കാര്യങ്ങൾ തിരക്കാൻ പറ്റാത്തോണ്ടാ. ഒന്ന് വന്നതിന്റെ ക്ഷീണം മാറിയിട്ടുമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊന്നും പിള്ളച്ചേട്ടൻ കണ്ടില്ലല്ലോ. നിന്റെ ഒന്നും ഔദാര്യം എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് സത്യാമ്മ ഇനി എന്നെ പറയാനൊന്നുമില്ല. അന്ന് ആ ലോണിന്റെ കാര്യം ഞാൻ വേണ്ടാന്ന് വെച്ചതും സത്യാമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചതും പിള്ളച്ചേട്ടൻ പറഞ്ഞതുകൊണ്ട് തന്നെയാ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവിടേക്ക് വരാൻ ഒരു മടി. മറ്റൊന്നും കൊണ്ടല്ല, എന്നെ സത്യാമ്മ കാണുന്നത് അവരുടെ ആപത്ത് കാലം കണ്ട് ആനന്ദിക്കാൻ ചെല്ലുന്നവരായിട്ടാ. ശത്രുക്കളോട് പോലും എനിക്കങ്ങനെ തോന്നൂല. പിന്നെ എന്റെ മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരോട് എനിക്കങ്ങനെ തോന്നൂ. ശാരദാമ്മ അതൊന്നും കാര്യമാക്കണ്ട. എല്ലാം നഷ്ടപ്പെട്ടൊരു സ്ത്രീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നല്ലേ ആലോചിക്കേണ്ടത്. അവരിപ്പോഴും അവരുടെ പ്രതാപകാലത്തെ ചിന്തകളും കൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയ അതേക്കുറിച്ച് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. അതിലെ അഭിമാനവും പാരമ്പര്യവും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയണം. അത് പറയില്ല. അവരുടെ ഈ മനസ്ഥിതി വെച്ച് പലഹാരം ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങിയ എങ്ങനെ രക്ഷപ്പെടാനാ? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിയില്ല. പിള്ളച്ചേട്ടൻ അറിയാലോ, 10 ഊണ് കൊടുത്തു തുടങ്ങിയ കച്ചവടമായത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇതുവരെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാ. അറിയാവുന്നവരോടെല്ലാം തുടക്ക സമയത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്. കച്ചവടം കഴിയുമ്പോൾ അത് കൃത്യമായി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും മിച്ചം കിട്ടുന്നത് നീക്കിവെച്ചും ഒരുപാട് കഷ്ടപ്പെട്ടും മുണ്ടുമുറുക്കി ഉടുത്തുമൊക്കെയാ ഇന്ന് ഈ നിലയിലേക്ക് ഞാനിത് എത്തിച്ചത്. അതുപോലെ സത്യാമ്മയും ഒരുങ്ങി ഇറങ്ങുക തന്നെ വേണം. എന്നാലേ രക്ഷപ്പെടാനാവൂ. അയ്യോ, ചോദിക്കാൻ വിട്ടുപോയി. ചൂട് പഴംപൊരി വേണോന്ന്. ശാന്ത അതിന്റെ തിരക്കില്ല. അത് ശരി, ഇതിനകത്ത് അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഒരു ചൂട് പഴംപൊരി കഴിച്ചേക്കാം. ശരി. ശാന്തേ, ഇങ്ങെടുത്തേ. അയ്യോ അയ്യോ, ഇത്രയൊന്നും വേണ്ട. പിള്ളച്ചേട്ടന് ആവശ്യമുള്ള എടുത്താ മതി. ഈ ഹോട്ടൽ ബിസിനസ്സിൽ ശാരദാമ്മ 100% വിജയിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ശാരദാമ്മയ്ക്ക് നന്നായിട്ട് ജോലി അറിയാം. രണ്ടാമത്, ആത്മാർത്ഥതയുള്ള ശാന്തയെ പോലുള്ള പണിക്കാരവിടെ സത്യാമ്മയ്ക്കൊപ്പം ഇല്ല. ഉള്ളവർക്കൊന്നും പണിയൊട്ട് അറിയാനും വയ്യ. പിള്ളച്ചേട്ടാ, ഇതിപ്പോ എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാന്ന് വെച്ചാ നേരായ രീതിയിൽ ചെയ്യാൻ സമ്മതിക്കൂല. പണം കൊടുക്കാന്ന് വെച്ചാ ഇവിടെ നിന്നാണെന്ന് അറിഞ്ഞാ തിരിച്ച് അതേ രീതിയിൽ ഇവിടെ തന്നെ എത്തും. ഒപ്പം കുറെ ചീത്തയും പറഞ്ഞെന്നിരിക്കും. സത്യാമ്മയ്ക്കൊപ്പം പണിയറിയാവുന്ന ഒരാള് വേണം. എന്നാലേ അവിടെ കാര്യങ്ങളൊക്കെ നേരാമണ്ണം നടക്കും. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ. എന്താ വിളിച്ചേട്ടാ? അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയാൻ മേല. എന്നാലും ഞാനൊരു വഴി പറയട്ടെ.